നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം ഗായകനായ മധു ബാലകൃഷ്ണനായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മുടെ അതിഥി. മധുവുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. മധുവിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീശാന്തിൻ്റെ ഫാമിലി ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ, അതായത് അവർക്കൊരു താങ്ങും തണലും മധുവാണെന്ന് അവർ അന്നും കരുതുന്നു, ഇന്നും കരുതുന്നു. ഒരാളെ കൂടെ കൊണ്ടുവരും. ഹലോ മധു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കരുണ ചെയ്യുവാൻ എന്ത് താമസം കൃഷ്ണ എന്നുള്ള കീർത്തനം ഒന്ന് പാടുമോ? പിന്നെ മധുവിന് ഞാൻ പറയുമ്പം മധു ഞങ്ങൾക്ക് ഒരു മരുമകനല്ല, മകനാണ്. വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കെല്ലാം അറിയാം, വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് കൂടെ നിന്ന് ഞങ്ങളെ ഒരു മകനെ പോലെ സഹായിച്ച് സംരക്ഷിക്കുന്ന ആളാണ് മധു. മധുവിൻ്റെ ഭാര്യയുടെ അമ്മ, അല്ലെങ്കിൽ മധുവിൻ്റെ അമ്മ, അങ്ങനെ തന്നെ പറയാം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ശ്രീശാന്തിൻ്റെ അമ്മ ഒരു ആഗ്രഹം നിറവേറ്റിയ ശേഷം അതിലേക്ക് കിടക്കാം. കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, കഴലീണ കൈ തൊഴുന്നേ. ആ ഈ പാട്ട് ശ്രീശാന്തിൻ്റെ അമ്മ ചോദിച്ചതിൽ അത്ഭുതമില്ല. എന്താ കാരണം വെച്ചാൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. പക്ഷെ അവര് മനസ്സിൽ ജപിച്ചുകൊണ്ടിരുന്ന വരികളായിരിക്കാം ഇത്. തീർച്ചയായിട്ടും, അതെ. ശ്രീശാന്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മധു, ശ്രീശാന്ത് നമുക്കെല്ലാം പ്രിയങ്കരനായ ഒരു ചെറുപ്പക്കാരനാണ്. ഒരു പക്ഷേ മലയാളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ദുര്യോഗത്തിൽ ഒരുപക്ഷെ വിഷമിക്കുന്നവരാണ് ശരാശരി മലയാളി. ചില അപവാദങ്ങളുണ്ടാകാം, പക്ഷേ എങ്കിൽ പോലും ശരാശരി മലയാളി ദുഃഖിച്ചു. ഒരുപക്ഷെ അദ്ദേഹം അതിൽ നിന്നൊക്കെ മുക്തനായിട്ട് വീണ്ടും ആ പഴയ ആവേശത്തോടെയും വീറോടെയും അംഗീകാരത്തോടെയും തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ തീർച്ചയായും എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ മധു ശ്രീശാന്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ ഓൺ ദ ഫീൽഡാണ് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ മിക്കവരും പറയുന്നുണ്ടല്ലോ, അഹങ്കാരിയാണ്, ദേഷ്യക്കാരനാണ്. ഓൺ ദ ഫീൽഡാണ്, ഫെറോഷ്യസ് ആണ്. യെസ്, ഫെറോഷ്യസ്. ഓഫ് ദ ഫീൽഡ് ശ്രീ അങ്ങനെയല്ല. വളരെ ഒരു സുഹൃത്ത് ബന്ധം വളരെയധികം കാത്തു സൂക്ഷിക്കുന്ന, വളരെ വിനയമുള്ള, ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ. ശ്രീയെ അടുത്ത് പരിചയമുള്ള ഒരാളും ശ്രീയെ പറ്റി ഒരു മോശം അഭിപ്രായം ഇന്നുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, പറയുകയില്ല. ഓൺ ദ ഫീൽഡ് എന്തുകൊണ്ടാണ് ശ്രീ അങ്ങനെ പെരുമാറുന്നത് എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഡെന്നിസ് ലില്ലിയുടെ ശിഷ്യനാണ് ശ്രീ. ഓസ്ട്രേലിയൻ കളരിയിൽ ആണ് ബോളിങ്ങിൻ്റെ കോച്ചിങ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ലെഡ്ജിങ് അതിൻ്റെ ഒരു ഭാഗമാണ്. ബാറ്റ് ചെയ്യുന്ന ആളുടെ ശ്രദ്ധ തെറ്റിക്കാനും അവരെ തളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് മാത്രമായിരുന്നു ഓൺ ദ ഫീൽഡ് കാണിച്ചുകൊണ്ടിരുന്നത്. അവർ ചെയ്യുന്ന സ്ലെഡ്ജിങ്ങിനെ കേൾക്കുമ്പോൾ അവർ അമ്മയും പെങ്ങളെയും ചേർത്തുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ, ക്യാമറയിൽ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണാം. ബോൾ ചെയ്തിട്ട് അടുത്ത് കൂടെ പോകുമ്പോൾ ബാറ്റ്സ്മാൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം. പക്ഷേ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അമ്മയും പെങ്ങളെയും ചേർത്ത് മഹാവൃത്തികേടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു ബ്രദർ എന്നുള്ള നിലയിലും, മകൻ എന്നുള്ള നിലയിലും, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും അതിനെ തിരിച്ച് മറുപടി കൊടുക്കുകയും അതിനോട് പ്രതിരോധിക്കുക മാത്രമാണ് ശ്രീ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ, നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയുക, നല്ല വ്യക്തികളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് മധു ശ്രീശാന്തിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സുഹൃത്ത് ബന്ധമാണ്, ഇപ്പോൾ ചീത്ത ഒരു സുഹൃത്ത് ബന്ധമാണ് ഇതിലേക്ക് എത്തിച്ചത്. കൂട്ടുകെട്ടിലെ അതാണ്.
അപ്പോൾ അത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ചും കൂടി ജാഗ്രത കാണിക്കണം, അതാണ് എനിക്ക് പറയാം. അതൊരു തെറ്റുപറ്റി. യെസ് യെസ്. അപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഒരുപക്ഷെ ശ്രീശാന്ത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്താണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഇമേജാണ് പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത്. അതെ അതെ അല്ലേ? രണ്ട്, ശ്രീശാന്ത് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ കുറച്ചും കൂടി ജാഗ്രത, കുറച്ചും കൂടിയല്ല വലിയൊരു ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ലഭിക്കേണ്ട ഒരു ശിക്ഷയായിരുന്നില്ല ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കേണ്ട ഒരു ദുരവസ്ഥയായിരുന്നില്ല എത്ര നാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ജയിലിൽ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. അത് കുറ്റം തെളിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചെയ്യാത്തൊരു കുറ്റത്തിനാണ് അവൻ ശ്രീ ജയിലിൽ പോയത്. അവിടെ വെച്ചിട്ടുണ്ടായ അനുഭവം പലർക്കും അറിയില്ല. ഫാമിലിയിൽ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ വെച്ച് ശ്രീയെ കൊലപ്പെടുത്താൻ വരെയുള്ള ശ്രമം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടാണ് ശ്രീ തികച്ചും മാനസിക നില ഒരു പകുതിയോളം തെറ്റിയിട്ടാണ് ശ്രീ നമ്മുടെ വീട്ടിലേക്ക് വന്നത് ആ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്. അതൊന്നും മനസ്സിലാക്കാതെ പലരും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് വഴികളിലൂടെയെല്ലാം ശ്രീയെ മാക്സിമം തളർത്തിയിട്ടുള്ളൂ. സമാധാനിപ്പിക്കാനായിട്ട് വളരെ ചുരുക്കം ആളുകളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ജയിലിൽ വെച്ചിട്ട് ഒരു പല കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ളൊരു ദാദ, ഒരു ഗുണ്ട ജയിലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹം കൊലപ്പെടുത്താനായിട്ട് അവർ ജയിലിലുള്ള ആളുകൾ മുഴുവൻ ഈ വാതിലിൻ്റെ സാക്ഷ ഷാർപ്പൻ ചെയ്തിട്ട് അതും കൊണ്ട് നടക്കും. ഷർട്ട് തൂക്കുന്ന ഹാങ്ങറില്ലേ, അതും ഷാർപ്പൻ ചെയ്ത് കൊണ്ട് നടക്കും എല്ലാവരും കയ്യിൽ, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്, ആക്രമിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഈ പറഞ്ഞ കൊലക്കേസ് പ്രതി അതാണ് അവിടുത്തെ ഒരു ദാദ. അയാൾ കുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഭാഗ്യത്തിന് അത് കഴുത്തിൽ കൊള്ളാതെ മുമ്പിലേക്ക് പോയപ്പോൾ അയാളുടെ വിരലിൽ പിടുത്തം കിട്ടി താഴത്തേക്ക് പിടിച്ച് വലിച്ചപ്പോൾ അയാൾ ആ വിരലൊടിഞ്ഞു പോയിട്ട് കടന്ന അലർച്ചയിലാണ് പോലീസുകാർ ഓടി വന്ന് അയാളെ എടുത്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ അന്ന് ഒരുപക്ഷെ ശ്രീ ഇന്ന് ചിലപ്പോൾ ജീവിച്ചിരിക്കേണ്ടതല്ല. അതുമാത്രമല്ല, ശ്രീ കടന്നിരുന്ന സെല്ലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വ്യക്തിയെ തലയറുത്ത് കൊന്നിട്ടിരുന്നു തിഹാർ ജയിലിൽ. ഇതെല്ലാം കണ്ട് മാനസിക നില തെറ്റിയൊരു ശ്രീയാണ് ജയിലിൽ നിന്ന് വന്നത്. ഇപ്പോഴും അത് ശരിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിൽ നിന്ന് ശ്രീ ശരിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ പല ജനങ്ങളും അത് തിരിച്ചറിയാതെ മാനസികമായിട്ട് പീഡിപ്പിച്ചു. എനിക്ക് മനസ്സിലായി എന്താ കാരണം വെച്ചാൽ, ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധരിക്കപ്പെട്ട ഞാൻ ശ്രീയെ പലതവണ 1-2 തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, മധുവിനടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഇളയ സഹോദരൻ നമ്മുടെ ഒരു അഭിമാനമാണ്, അവൻ നന്നായി വരണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിലുണ്ടായ ചില പാകപ്പിഴകളും പാഴ്ചകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ആർക്കാണ് ഇപ്പം ശ്രീയെ കൊന്നിട്ടുള്ള കാര്യം? ആർക്ക് കൊല്ലണം അദ്ദേഹത്തിന്? ഇത് അതിൻ്റെ പുറകിൽ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് ഞാനും എൻ്റെ വീട്ടിലുള്ളവരും എല്ലാം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും മധു, നിങ്ങളുടെ വാദഗതികൾ ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുകയും അവിടെയൊക്കെ നിങ്ങൾ അഫിഡവിറ്റിൻ്റെ രൂപത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ വ്യക്തികൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം മുൻ നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ ധോണി, അതുപോലെ ഹർഭജൻ, ഈ 2 വ്യക്തികളുടെ പേരാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പല പ്ലെയേഴ്സും ഈ പറഞ്ഞ കുറ്റം ചെയ്തവരാണ്. ചെയ്തിട്ട് അവരുടെ പേര് പുറത്ത് വിട്ടിട്ടില്ല. ശ്രീയെ ഒരു സംശയത്തിൻ്റെ പേരിൽ മാത്രം പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു, ഇത്രയും അധികം. അതെന്തിനാണെന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും അവരുടെ പേരൊന്നും പുറത്തു വിട്ടിട്ടില്ല. ശ്രീശാന്ത് വധിക്കപ്പെടണം, ശ്രീശാന്തിനെ ഉന്മൂലനം ചെയ്യണം, ശ്രീശാന്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ആരാണ് ആഗ്രഹിക്കുന്നത്? അല്ല, അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് മാറി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യമാണ് അത്. ആരാണ് അതിൻ്റെ പുറകിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ശ്രീശാന്തിനെ വധിക്കാൻ സംബന്ധിച്ച് എന്തെങ്കിലും കേസ് നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അത് ജയിലിൻ്റെ ഉള്ളിൽ ഒരു കുറ്റവാളി തന്നെ ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ അത് അധികം പുറത്തൊന്നും ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഫാമിലിയിൽ വന്ന ഒരു ദിവസം ശ്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇതുപോലെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ തേരിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ, അതും കൊടും കുറ്റവാളികളുള്ള തിഹാർ ജയിലിൽ, ഞാൻ ആ ജയിലിൽ പലവട്ടം മാധ്യമപ്രവർത്തന നിലയിൽ പോയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് ജയിലാണ്. അതെ, ആ ഒരു ജയിലിൽ അകപ്പെടുന്ന ഒരു അവസ്ഥ ഏതൊരു വ്യക്തിയെയും ഭ്രാന്തരാക്കാൻ വേണമെങ്കിൽ. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു മാനസിക നില ഭീകരമായിട്ട് ശ്രീയെ തകർത്തിരുന്നു. തീർച്ചയായിട്ടും. ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. എത്രയോ 1000 വാട്ട്സിന് മുകളിലുള്ള ഒരു ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് കിടത്തിയിരുന്നത്. അപ്പോൾ ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല, അതിൻ്റെ ചൂടും പ്രകാശം കാരണം കൊണ്ട്. അതുപോലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ജയിലിലുണ്ടായിരുന്നത്. എത്ര ദിവസം ഉണ്ടായിരുന്നു? 27 ദിവസം. 27 ദിവസം. ആ തകർന്ന മാനസിക നില എങ്ങനെയാണ് മധു തിരിച്ചു കൊണ്ടുവന്നത്?
ഞങ്ങൾ പല രീതിയിൽ ഗോപുവിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് മ്യൂസിക്കിലേക്ക് തിരിച്ചുവിട്ട് പിന്നെ ഇഷ്ടമുള്ള സിനിമകൾ ഗോപു തന്നെ ശ്രീ തന്നെ സ്വയം അത് മാറ്റാൻ വേണ്ടി ശ്രീയുടെ ഭാഗത്ത് തന്നെ ഒരു ശ്രമം ഉണ്ടായി. സിനിമകൾ കണ്ടും എല്ലാം അതിനെ തരണം ചെയ്യും. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞങ്ങളുടെ ക്ലബ്ബിലെല്ലാം ക്രിക്കറ്റ് കളിക്കും. CMCയിലും മെമ്പറാണ്, C3യിലും മെമ്പറാണ് ശ്രീ. ഞാൻ മെമ്പറായിട്ടുള്ള 2 ക്രിക്കറ്റ് ക്ലബ്ബിലും ശ്രീയും മെമ്പറാണ്. അങ്ങനെ ആ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ട് പതുക്കെ പിന്നെ ആ വിവാഹം കഴിഞ്ഞതോടുകൂടി കുറേ മാറ്റങ്ങൾ ശ്രീയിൽ കണ്ടു തുടങ്ങി. ചില വിവാദങ്ങൾ ഈ പറഞ്ഞ ശ്രീശാന്തിനെ മുൻനിർത്തി, ഈ പറഞ്ഞ വിവാഹവുമായി ബന്ധപ്പെട്ട് പലരുമായിട്ടുള്ള ബന്ധങ്ങളെ മുൻനിർത്തി കുറച്ചും കൂടി ധാരാളിത്തം, രാത്രി ക്ലബ്ബുകൾ, ഈ പറഞ്ഞ പബ്ബുകൾ തുടങ്ങിയുള്ള സന്ദർശനങ്ങൾ, ഇതൊക്കെ മധു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു വ്യക്തി എന്ന നിലയിൽ ആ കാര്യം പൈസ ചെലവാക്കുന്ന അതും എനിക്ക് നേരത്തെ പറഞ്ഞ ഉപദേശത്തിന്റെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. പൈസ ചെലവാക്കുന്ന രീതിയും അത് വളരെയധികം കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു ശ്രീ. കാരണം വളരെയധികം ബുദ്ധിമുട്ടുകളിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് ഞാൻ, അതുപോലെ തന്നെയാണ് ശ്രീയും. അപ്പോൾ പൈസ ചെലവാക്കുന്നതിന് ഒരു പരിധി, അത് ഒരു നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. പെട്ടെന്നുള്ളൊരു പ്രശസ്തി അല്ലെങ്കിൽ ഈ പണമൊക്കെ ഒരുപാട് ക്രിക്കറ്റിൽ നിന്ന് കിട്ടിയ പണങ്ങളൊക്കെ ഒരു പക്ഷേ ആ ചെറുപ്പക്കാരൻ, ഏത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സാണ്, മൂപ്പരെ ഒന്ന് ഇടറിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ? ആയിരിക്കാം. ആ ചെറിയ പ്രായത്തിൽ കിട്ടിയ പേരും പ്രശസ്തിയും പണവും അത് വളരെ ചുരുക്കം ആളുകളെ അത് മനസ്സ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പേർക്കേ സാധിക്കുകയുള്ളൂ. വളരെ ഭൂരിഭാഗം ജനങ്ങളും ആ ഒരു ഇതിൽ മതിമറന്നു പോകുന്നവരാണ്. എന്നാലും ഒരു പരിധി വിട്ടൊന്നും ശ്രീ പോയിട്ടില്ല. എന്തായാലും പഴയ സ്ത്രീയിൽ നിന്ന് വലിയ മാറ്റം പുതിയ സ്ത്രീക്ക് ഉണ്ടായി. തീർച്ചയായിട്ടും ഉണ്ടോ? വളരെയധികം മാറ്റങ്ങളുണ്ട്. വളരെ മനസ്സിപ്പോൾ വളരെ പക്വതയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ഇപ്പോൾ. വരട്ടെ. ഹായ് മോചേട്ടാ, നമ്മളെന്നും കാണുന്നതാണ്. പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു നല്ലൊരു ഷോയിൽ എൻ്റെ സ്വന്തം അളിയനെ കുറിച്ച് നല്ലൊരു പരിപാടി നടക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് ചേട്ടനെ കുറിച്ച് പറയാൻ പറ്റിയതിൽ. എൻ്റെ അഭിപ്രായത്തിൽ ചേട്ടനാണ് എൻ്റെ ഐഡൽ. കാരണം ചേട്ടനോട് ഞാൻ എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ ഒരു സഹായവും കൂടാതെ സ്വന്തം കാലം നിൽക്കുക, സെൽഫ് മെയ്ഡ് മാൻ. അപ്പോൾ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി ചെന്നൈയിൽ വരെ പോയി പഠിച്ചപ്പോഴൊന്നും ആരും സപ്പോർട്ടില്ലാണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ഉയർന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആരുടെയും വിളിച്ച് ചോദിച്ച് പല ഗായകരും വിളിച്ച് ചോദിച്ചിട്ടാണ് പാട്ട് കിട്ടാറ്. പക്ഷേ ചേട്ടൻ വെയിറ്റ് ചെയ്ത് ദേവാനുഗ്രഹം ഭയങ്കര ഹമ്പിളായിട്ട് അപ്രോച്ച്, അത് ഹാറ്റ്സ് ഓഫ്. പിന്നെ എൻ്റെ കഷ്ടകാലങ്ങളിൽ എല്ലായിടത്തും എൻ്റെ ഫുൾ ഫാമിലി, എൻ്റെ അച്ഛനമ്മ, നമ്മുടെ അച്ഛനമ്മമാരെല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നതും ചേട്ടനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് എല്ലോട്ട് ചേട്ടാ, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ അളിയനെ വന്നതിലും കേരളത്തിലും നാട്ടിലും എല്ലാവർക്കും വേണ്ടി ഇത്ര നല്ല നല്ല പാട്ടുകൾ പാടുന്നതിനും താങ്ക് യു. എനിക്കൊരു ഉപദേശം മാത്രമേ ശ്രീശാന്തിന് കൊടുക്കാനുള്ളൂ. ഇത്രയും നല്ലൊരു അളിയൻ ഉണ്ടായിട്ട് ആ അളിയനെ അനുകരിക്കാതെ മറ്റുള്ളവരെ അനുകരിച്ചു. അതാണ് അല്ലേ എന്നൊരു ഐഡലായിട്ടാ കാണുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞു. പക്ഷെ അത് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ. കുറച്ചും കൂടി സൂക്ഷിക്കുക. ഐഡലായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഐഡലിന്റെ മറ്റു സ്വഭാവങ്ങളും കൂടി അദ്ദേഹം ജീവിതത്തിൽ എന്താ കാരണം വെച്ചാൽ ഈ അളിയന്മാര് തമ്മിൽ വളരെ ഫ്രീ ആയിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആണ്. ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ മറ്റ് സഹോദരന്മാർക്ക് തമ്മിലില്ലാത്ത ഒരടുപ്പം അളിയന്മാർ തമ്മിൽ ഉണ്ടാകാം. തീർച്ചയായിട്ടും. എൻ്റെ അനുജനോടും ഞാൻ വളരെ ഫ്രണ്ട്ലി ആണ്. എൻ്റെ അനുജനെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് ശ്രീയെ ഞാൻ കാണുന്നത്. ശ്രീശാന്തിനെ നന്നായി ശാസിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ വഴക്ക് ഒരു പരിധി വിട്ട് വഴക്ക് പറയാനോ ഉപദേശിക്കാനോ അങ്ങനെ പോകാറില്ല. കാരണം അത് ഭൂരിഭാഗം ആളുകൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. വളരെ ചുരുക്കം ആളുകളെ അത് പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ശ്രീ. എന്തായാലും ശ്രീശാന്ത് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് അനുകൂലമായിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഡൽഹി ഹൈക്കോടതിയുടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ചില നിരീക്ഷണങ്ങൾ. എന്തായാലും പിന്നെ ശ്രീശാന്തിന്റെ എതിരാളികൾ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അല്പം ദുർബലമായി തുടങ്ങിയിട്ടുണ്ടോ? ആയിരിക്കണം. അതെ. പക്ഷെ അതിനിടയ്ക്ക് ഹർഭജനെ പോലുള്ള ആൾക്കാർ പഞ്ചാബ് പോലീസിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ശ്രീശാന്തിനെ ഫിക്സ് ചെയ്തത്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് എനിക്കൊന്നും അറിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ നിയമം
എന്തായാലും ഒരു പുകമറി അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആയിരിക്കാം, ഒരു ഗ്രേ ഏരിയ അവിടെ ഉണ്ട്. ആയിരിക്കാം. അതെ അതെ. ശ്രീശാന്ത് ഇംപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടതാണ്, ഫിക്സ് ചെയ്യപ്പെട്ടാണ്, വ്യക്തിവൈരാഗ്യമാണെന്ന് ആണ് ഞങ്ങളുടെ സംശയം. അതിൽ ആരൊക്കെയാണ് അതിന്റെ പുറകിൽ എന്നുള്ള കാര്യം ഞങ്ങൾക്ക്. എന്തായാലും മധു, ഒരുപക്ഷെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുന്ന ആ ഒരു കേസിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ശ്രീ പഴയ ആ വീറും വാശിയോടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തട്ടെ. അദ്ദേഹത്തിന്റെ കഷ്ടകാലങ്ങൾ കഴിഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാം. അതോടൊപ്പം തന്നെ ഈ ജ്യേഷ്ഠ സഹോദരന്റെ ഉപദേശങ്ങളും ശ്രീശാന്ത് സ്വീകരിക്കട്ടെ. ശ്രീശാന്ത് നല്ലൊരു കലാകാരനല്ലേ? തീർച്ചയായിട്ടും മൾട്ടി ടാലന്റഡ് ആണ്. നല്ലൊരു ഡാൻസറും കൂടി. നല്ലൊരു ഡാൻസറാണ്. നന്നായിട്ട് സ്കെച്ച് ചെയ്യും, അത്യാവശ്യം പാടും, നന്നായിട്ട് ലിറിക്സ് എഴുതും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചെറുതായിട്ട് മലയാളത്തിലും എല്ലാം നന്നായിട്ട്, തമിഴിലും. നിങ്ങളൊരു ബാൻഡ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാൻഡ് ഉണ്ടാക്കിയിരുന്നു. കട്ടൺ റൈസറാണ് കഴിഞ്ഞിട്ടുള്ളൂ. അത് കുറേ പ്രോഗ്രാംസ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് ഇതുപോലൊരു അവസ്ഥ. S36 അല്ലേ? S36. മധുവും ശ്രീശാന്തും കൂടിയാണ്. എന്താ കാരണം വെച്ചാൽ ശ്രീശാന്ത് വളരെ പോപ്പുലറായ ഒരാളാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഡാൻസറാണ്. മധുവും വളരെ പോപ്പുലറാണ്. മധു നല്ല ടാലന്റഡ് ആണ്. പക്ഷേ ആ സിനർജി വേണമെങ്കിൽ നല്ല രീതിയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് വന്നതായിരുന്നു ഞങ്ങൾക്ക്. പല അബ്രോഡ് ഷോസ് പോലും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷം ആണ് എല്ലാം മാറ്റിമറിച്ചത്. എല്ലാം മാറട്ടെ, നല്ലൊരു ഇതിലേക്ക് വരട്ടെ. താങ്ക് യു ജോൺ. മധുവിൻ്റെ ഒരു പാട്ട് ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ അനിവാര്യമാണ്. ശ്രീശാന്തിന് എല്ലാ ഭാവങ്ങളും ഈ ഷോയിലൂടെ നമ്മൾ നേരുകയാണ്. താങ്ക് യു. ഇത് ഞാൻ രാജസാറിൻ്റെ സംഗീതത്തിൽ നാൻ കടവുൾ എന്ന ചിത്രത്തിൽ പാടിയതാണ്. ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ ഈ തന്ന ഒരു ഭിക്ഷയാണ് ജീവിതം, ഒരു ഭിക്ഷയാണെന്നുള്ള അർത്ഥം വരുന്നൊരു പാട്ടാണ്. പിച്ചൈ പാത്തിരം ഏന്തി വന്നേ അയ്യനേ എന്നയ്യനേ, പിച്ചൈ പാത്തിരം ഏന്തി വന്നേ അയ്യനേ എന്നയ്യനേ, പിണ്ടം എന്നും എലുമ്പൊടു സதை നരമ്പുതിരമും അടങ്ങിയ ഉടമ്പ് എനും പിച്ചൈ പാത്തിരം ഏന്തി വന്നേ അയ്യനേ എന്നയ്യനേ. ഈ പാട്ടിൽ നിന്ന് ഒരുപാട് കടം കൊള്ളാനുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സാംശീകരിക്കാനുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഈ പാട്ട് ശ്രീശാന്ത് വീണ്ടും വീണ്ടും മനസ്സിൽ പാടി അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ഇതൊരു നിമിത്തമാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ പറഞ്ഞ സിനർജിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ മധുവിൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ശക്തി സ്രോതസ്സുകളുണ്ട്. ഒരു സ്രോതസ്സിനെ ഞാൻ കാണിക്കാം. ഞാൻ സ്റ്റേജിൽ പാടുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയും ഉണ്ടാകാറുണ്ടായിരുന്നു. അച്ഛൻ ഇപ്പം എൻ്റെ വയസ്സായിരുന്നപ്പോൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. രണ്ട് പിള്ളേരാണ്, രണ്ട് കുട്ടികളാണ്, മാധവ് മഹാദേവ്. മൂത്താള് മാധവ്, രണ്ടാമത്തത് മാധവും മഹാദേവും പാട്ടുകാരാണോ? മാധവ് പാട്ട് പഠിക്കുന്നുണ്ട്, സിനിമയിൽ പാടിയിട്ടുണ്ട്. കൗബോയ് എന്ന സിനിമയിൽ വിജയ് യേശുദാസ്, വിജുവും മാധവനും കൂടി പാടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ അനിമേഷൻ ഡിങ്കൻ, അമ്പിളിമാമൻ, പിന്നെ ഇപ്പോൾ ഒരു ഗജാങ്ക എന്ന് പറഞ്ഞൊരു ആനിമേഷൻ ഫിലിമും കൂടി പാടിയിട്ടുണ്ട്. ഇളയാൾക്ക് ടാലൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവൻ തന്നെ മ്യൂസിക് ഉണ്ടാക്കി ഇടയ്ക്ക് ട്യൂണുകളൊക്കെ ഉണ്ടാക്കി പാടുന്ന കേൾക്കാറുണ്ട്. പക്ഷെ പാടാൻ പറഞ്ഞാൽ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്ത് ഇങ്ങനെ ഓരോ മ്യൂസിക് ഒക്കെ ഉണ്ടാക്കി അവൻ തന്നെ പാടുന്നുണ്ടാവും. പിന്നെ ചില പാട്ടുകളും സിനിമ പാട്ടുകളായാലും അവൻ ചുമ്മാ ട്യൂണിങ്ങനെ മൂളാറുണ്ട്. അപ്പോൾ മാധവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ചെറിയൊരു പരിഭ്രമം ഉണ്ട് എന്നുള്ളത്. അതെ അതെ. പക്ഷെ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയതായിരിക്കും. തീർച്ചയായിട്ടും അത് കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റേജിൽ, ഏത് സ്റ്റേജിലായാലും ആദ്യം തുടങ്ങുമ്പോൾ എൻ്റെ ഹൃദയം ഒരു എൻഫീൽഡ് മോട്ടോർ ബൈക്കിൻ്റെ പോലെ മിടിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു പാട്ട് രണ്ട് പാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കോൺഫിഡൻസ് കിട്ടും. സ്റ്റേജ് ഫ്രൈറ്റിന്റെ പ്രതിവിധി സ്റ്റേജ് ഫ്രൈറ്റ് മാത്രമാണ്. തീർച്ചയായിട്ടും അതിലൂടെ കടന്നു പോകണം. തീർച്ചയായിട്ടും കടന്നു പോകാൻ അതിന് പരിഹാരമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. മധു, പിള്ളേര് നന്നായി പാടുന്നു. ഒരുപക്ഷെ ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ നന്നായി പാടുന്നു, ഒരുപാട് അവസരം കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ മധുവിനേക്കാളും പ്രശസ്തരായിട്ട് അവർ സിനിമാ ലോകത്തേക്ക് അല്ലെങ്കിൽ സംഗീത ലോകത്തേക്ക് വരട്ടെ. തീർച്ചയായിട്ടും. മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ടുപേരി പാട്ട്
ഓക്കെ. മാധവ് ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയൊരു പാട്ടുണ്ട്. ഞാൻ പാടിയ ഗാനമാണ്. മമ്മൂക്കയ്ക്ക് വേണ്ടി ഞാൻ പാടിയ പാട്ട് തസ്കര വീരനിലെ. ചെന്താമരയേ വാ മന്ദാകിനിയായി വാ ചന്ദനമുകിലായി വാ കുളിരിൻ മണിമഴയായി ഓ ചെന്താമരയേ വാ മന്ദാകിനിയായി വാ ചന്ദനമുകിലായി വാ കുളിരിൻ മണിമഴയായി ഓ ചെന്താമരയേ വാ. ആദ്യമായിട്ട് സ്കൂളിൽ പോയി പാടിയ പാട്ടാ. ഓ ശരി. സ്കൂളിലെ ഡാർലിങ്സ് ആയിരിക്കില്ലേ രണ്ടുപേരും? അയാള് അങ്കേറിയോ? ഇളയാള് UKG. രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. മൂത്താള് 7th സ്റ്റാൻഡേർഡ്. എന്തായാലും മധുവിന്റെ പാരമ്പര്യം തുടരാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ആവട്ടെ. ഒരുപക്ഷെ മലയാള സിനിമയിൽ മാത്രമല്ല തെന്നിന്ത്യയിലെ എല്ലാ ഭാഷയിലും അത് പാടുന്നു. പക്ഷെ തുടക്കത്തിൽ ചില ആൾക്കാർ പറഞ്ഞു സ്വാഭാവികമായിട്ടുണ്ടാവും. ചില ആൾക്കാരുടെ ആലാപന ശൈലിയോട് ഒന്ന് ചേർന്ന് നിന്ന് പോകുന്നു മധു. ഇപ്പൊ ദാസേട്ടന്റെ SPBയുടെ ഒക്കെ സ്വാധീനം വല്ലാതെ മധുവിനെ പിടിച്ചു മുറുകുന്നു. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു? തീർച്ചയായിട്ടും. കാരണം ഒരു മലയാളി എന്ന നിലയിൽ എന്നെ പോലെ എൻ്റെ ഈ ജനറേഷൻ അല്ലെങ്കിൽ കുറച്ച് താഴെയുള്ള ജനറേഷൻസ് വരെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയും SPBയുടെയും എല്ലാം പാട്ടുകളാണല്ലോ. അപ്പോൾ കുട്ടിക്കാലത്ത് നമുക്കൊരു പ്രചോദനം തന്നതും ഒരു ഇൻസ്പിറേഷൻ തന്നത് ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയൊക്കെ പോലത്തെ SPB സാറിൻ്റെയും പിന്നീട് ഹരിഹരൻ സാറിൻ്റെയും ഒക്കെ പാട്ടുകളാണ്. എപ്പോഴും അവരുടെ പാട്ടുകൾ കേൾക്കുമായിരുന്നു. നേരത്തെ TS രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു വളരെയധികം സാധകത്തിലൂടെ വന്ന ആളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ വളരെ അപൂർവമായിട്ടേ സാധകം ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഒരു കുറവാണ് ഞാൻ കച്ചേരി ചെയ്യാൻ പഠിക്കുന്നത്. ഞാൻ എന്റെ സാധകം എങ്ങനെയാന്ന് വെച്ചാൽ ഈ ദാസേട്ടന്റെയും ജയേട്ടന്റെയും SPB സാറിന്റെയും എല്ലാവരുടെയും പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് അതിന്റെ ഒപ്പം പാടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ഒരു അതുകൊണ്ട് ആ സ്വാധീനം വല്ലാതെ വന്ന് പിന്തുടർന്നു. അത് തീർച്ചയായിട്ടും. ഇപ്പൊ ദാസേട്ടനെ ഞാൻ ഒരിക്കൽ ദാസേട്ടനോട് ചോദിച്ചു, ഞാൻ ദാസേട്ടനെ ശിഷ്യനായിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്റെ അടുത്ത് വന്ന് പാട്ട് പഠിക്കണമെന്നില്ല, നീ അല്ലാതെ തന്നെ എന്റെ ശിഷ്യനാവാലോ. എന്റെ ഇപ്പോ ഞാൻ ദാസേട്ടൻ പറഞ്ഞു എന്റെ ഒരു മാനസിക ഗുരുവാണ്, മാനസ ഗുരുവാണ് ദാസേട്ടൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാസേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ എനിക്ക് എന്റെ ഗുരുസ്ഥാനത്തായിരുന്നു റാഫി സാഹിബ്. ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആദ്യം പാടിക്കൊണ്ടിരുന്നത് ആ രീതിയിലാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നതും ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാസേട്ടൻ നേരത്തെ അത് ഫിലിമിൽ പാടാൻ വരുന്നതിന് മുമ്പ് പലരിടത്തും പാടി കേൾപ്പിച്ചിരുന്നത് റഫീ സാഹിബിന്റെ പാട്ടുകളായിരുന്നു. അപ്പോൾ ഞാൻ വന്നതും ദാസേട്ടന്റെ ആ ഒരു ചുവട് പിടിച്ചാണ്, ആ പാദം തുടർന്നുകൊണ്ട് ആ ഒരു പാട്ടുകൾ കേട്ടും പഠിച്ചും. അത് ആ ദാസേട്ടന്റെ പാട്ടുകളാണ് മിക്കപ്പോഴും കോമ്പറ്റീഷൻസിൽ മത്സരങ്ങൾ. ഏത് പാട്ടാണ് ദാസേട്ടന്റെ മധുസ്ഥിരമായി പാടാറുണ്ടായിരുന്നത്? ഒരു പാട്ട് നമുക്ക് ദാസേട്ടന്റെ ഗാനമേളയിൽ പാടുന്നത് പ്രമദവനം, വീണ്ടും ഹരിമുരളിരവം, പിന്നെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ഹിറ്റുകൾ ഞാൻ മിക്കപ്പോഴും ഗാനമേളകളിൽ പാടാറുണ്ട്. ഒരു പാട്ട് ദാസേട്ടനെ വേണ്ടി നമുക്ക് പാടിക്കണം. തീർച്ചയായിട്ടും. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാഹ്നം പോലെ, ശുഭസായാഹ്നം പോലെ
തെളിദീപം കരിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഈ പാട്ടൊക്കെ ആ കാലഘട്ടത്തിലെ എല്ലാരും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട്. തീർച്ചയായിട്ടും അതൊരു രവീന്ദ്ര മാഷ് ചെയ്തതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗാനം കൂടിയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ആർദ്രത, ഒരു പ്രണയം അതിൽ നിൽക്കുന്ന ഒരു ഒരു ഹിന്ദുസ്ഥാനി ടച്ചുള്ള ഒരു ഗാനമായിരുന്നു. മധുവിന്റെ രൂപവും മധുവിന്റെ ആരാധികന്മാർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടും കൂടിയായിരിക്കും ഇത്. മധു പ്രണയഗാനങ്ങൾ പാടുമ്പോൾ മധുവിന്റെ ശബ്ദത്തിന് വളരെ തീവ്രതയുണ്ടെന്ന് ആൾക്കാർ പറയുന്നു. അതിനൊരു സാന്ദ്രമാന്ന് പറയുന്നു. അത് ശരി, പ്രണയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശബ്ദമാണ്. നമ്മൾ അങ്ങനത്തെ ഗാനങ്ങൾ പാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു മാറ്റങ്ങളെല്ലാം പാട്ടിൽ വരുത്തണമല്ലോ. ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ ഭക്തിരസം അത് അതനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ചസ് മാത്രം. പ്രണയ സമയത്ത് ദിവ്യക്ക് ഏത് പാട്ടാ കൊടുത്തിരുന്നത്? ഞാൻ മിക്കപ്പോഴും പാടിക്കൊണ്ടിരുന്നത് അന്തിവയിൽ പൊന്നുതിരും എന്നുള്ള പാട്ട്. എല്ലാ ദിവസവും ഫോണിൽ പാടിക്കൊടുക്കും. അല്ല, പല പാട്ടുകളും ചോദിക്കാറുണ്ട്. അതിൽ മിക്കപ്പോഴും ഈ അന്തിവയിൽ പൊന്നുതിരും എന്നുള്ള പാട്ട് വളരെ ഇഷ്ടമാണ് ദിവ്യക്ക്. പിന്നെ ഞാൻ പാടിയ പാട്ടുകളിൽ ചെന്താർമിഴി വളരെ ഇഷ്ടമാണ്. കുട്ടൻചേട്ടൻ ചെയ്ത മിക്ക പാട്ടുകൾ ഇഷ്ടമാണ്. പക്ഷെ അന്ന് പ്രണയം ആരംഭിച്ച സമയത്ത് ഈ അന്തിവയിലാണ് പാടിയത്. അതെ അതെ അതെ. അത് ഒരുപാട് തവണ പാടിയിട്ടുണ്ടാവുമല്ലേ? ഇഷ്ടംപോലെ. അതിൽ എക്സ്പെർട്ട് ആയിട്ടുണ്ടാവും ഇപ്പൊ. എന്തായാലും ദിവ്യയുടെ ആ ഭാഗം വന്ന സമയത്ത് നമ്മൾ ഈ അന്തിമയിൽ പാടേണ്ടതായിരുന്നു. അത് മിസ് ചെയ്തു പോയി. പക്ഷെ ഇപ്പൊ നമുക്കത് പാടിയിട്ട് തീർച്ചയായിട്ടും ദിവ്യ എന്തായാലും ഈ പരിപാടി കാണുമ്പോൾ ദിവ്യക്ക് വേണ്ടി അന്നാ തീഷ്ണ പ്രണയ കാലഘട്ടത്തില് പാടി തന്ന പാട്ട് മധു പാടുന്നത്. അല്പം ഒരു നൊസ്റ്റാൾജിയ വേണമെങ്കിൽ ഫീൽ ചെയ്യാവുന്നതാണ്. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ കണിമഞ്ഞു മൂടുമേ നവരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയിൽ. വെറുതെ അല്ല ദിവ്യ വീണത്. വലിയ ചെലവൊന്നുമില്ലാത്ത പ്രണയമായിരുന്നു. കാരണം വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാർ ഈ ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കേണ്ടി വന്നേനെ. പക്ഷെ മധുവിന് ഈ പാട്ട് പാടിയിട്ട് ദിവ്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയാലും. ദാസേട്ടൻ കഴിഞ്ഞു. SPBയുടെ ഒരു സ്വാധീനം അതെങ്ങനെയാണ് ആ സ്വാധീനത്തിലേക്ക് മധു വന്നത്? എന്റെ അച്ഛന് തമിഴേ അറിയുള്ളായിരുന്നു. അച്ഛൻ മലയാളം സംസാരിക്കുമെങ്കിലും മാനേജ് ചെയ്യുമെങ്കിലും എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. അച്ഛന്റെ ഫാമിലിയിൽ, അതായത് അച്ഛന്റെ അമ്മ, സിസ്റ്റർ, ബ്രദർ, മറ്റുള്ള ബന്ധുക്കളോടെല്ലാം അച്ഛൻ തമിഴിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സംസാരിക്കുകയാണെങ്കിലും അതെ, ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരുന്നതും തമിഴിലായിരുന്നു. അപ്പൊ അച്ഛന് രാജാ സാറിനെയും SPB സാറിനെയും അങ്ങനെയുള്ള തമിഴ് ആ ഒരു ഇത് വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകൾ. അങ്ങനെയാണ് SPB നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അച്ഛൻ എന്നൊരു ഓർമ്മയാണ്, പക്ഷെ ഒരു സാർത്ഥകമായ ഓർമ്മയാണ്. പക്ഷെ അച്ഛനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി SPBയുടെ ഒരു പാട്ട് അച്ഛന് വേണ്ടി നമുക്ക് പാടിക്കൊടുക്കാം. അച്ഛൻ എവിടെ ഇരുന്നെങ്കിലും കേൾക്കുന്നുണ്ടാവും. ഇളയനില ഒഴുകിറതേ ഇമയം മുതൽ നനകിറതേ ഉലാ പോകും മേഘം കന കാണുമേ വിഴ കാണുമേ വാനമേ. ഇളയനില ഒഴുകിറതേ ഇമയം മുതൽ നനകിറതേ ഉലാ പോകും മേഘം കന കാണുമേ വിഴ കാണുമേ വാനമേ. ഇളയനില ഒഴുകിറതേ ഇമയം മുതൽ നനകിറതേ.
SPB സാറിനെ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്? കണ്ട് കാര്യങ്ങൾ ഇഷ്ടംപോലെ കാണാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള പാട്ടൊക്കെ ഒരുമിച്ച് ഞങ്ങൾ പാടാറുണ്ട് മിക്ക സ്റ്റേജുകളിലും. അതെ, അത് എനിക്കൊന്ന് ദാസേട്ടനും SPBയും കൂടി ആ പാട്ട് പാടി അതെ പാടിയ പാട്ടാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള പല സ്റ്റേജുകളിലും ഞങ്ങൾ ഈ പാട്ട് പാടാറുണ്ട്. നമ്മുടെ ഒരു ഷോയിലും ഇവർ രണ്ടുപേരും കൂടി ആ പാട്ട് പാടിയിരുന്നു. ശരി ശരി. മധു ചെന്നൈയില് സംഗീതം പഠിക്കുന്നു, സിനിമയിലേക്ക് പയ്യെ കാലെടുത്ത് വെക്കുന്നു, മലയാള സിനിമയിൽ പിന്നീട് ചുവടുറപ്പിക്കുന്നു. പക്ഷെ മധു എന്നുള്ള ഒരു ഗായകൻ ഒരു പൂർണ്ണതയിലേക്ക് വരികയാണ്. ഞാൻ ആദ്യം പാടിയത് 95-96 ഇവിടോത്തുറൈ പാടുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് ഡബിംഗ് ഫിലിംസിലും തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഡിവോഷണൽ സോങ്സുകളിലും പാടി. ലവ് ആൽബംസ് അതിലും പാടിയിട്ടുണ്ടായിരുന്നു. അതിനൊരു 96 കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട്. പക്ഷെ ഞാൻ തമിഴിൽ പാടിയ വിവരം ഇവിടെ ആരുടെ പറഞ്ഞിട്ടില്ല, ആരെ അറിയിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ജെയ്സൺ ജെ നായർ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അദ്ദേഹം മദ്രാസിൽ വന്നിട്ട് ജയേട്ടനെ കൊണ്ടും സുജാത ചേച്ചിയെ കൊണ്ടൊക്കെ പാടിപ്പിക്കാനായിട്ട് ഒരു ഗുരുവായൂരപ്പന്റെ ഭക്തിഗാനം പാടിപ്പിക്കാനായിട്ട് അവിടെ വന്നു. അപ്പൊ എന്റെ കൂടെ പാട്ട് പഠിച്ചിരുന്ന ഒരു ദീപ നമ്പൂതിരി, ആ കുട്ടി ആണ് എന്നെ ശരിക്കും പറഞ്ഞ ജെയ്സൺ ജെ നായർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ നന്നായിട്ട് പാടും എന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ അതിലൊരു ശ്ലോകം പാടിപ്പിച്ചു. കൃഷ്ണാട്ടം എന്നായിരുന്നു ആ ആൽബത്തിന്റെ പേര്. അങ്ങനെ അദ്ദേഹം ശ്രീ സണ്ണി സ്റ്റീഫൻ അദ്ദേഹത്തെ എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടി. അങ്ങനെ സണ്ണി സ്റ്റീഫൻ, സണ്ണി ചായൻ എന്നാണ് വിളിക്കുന്നത്, സണ്ണി ചായൻ ബേണി ഇഗ്നേഷ്യസ് സാറിനെ പരിചയപ്പെടുത്തി. അങ്ങനെ ബേണി ചേട്ടന്റെ ഇഗ്നേഷ്യസ് ചേട്ടന്റെയും ശിശിരം എന്നുള്ള സിനിമയിൽ എന്നെ കൊണ്ട് പാടിപ്പിച്ചു. പാതിര പൂവേ ആതിര കാറ്റ് എന്നായിരുന്നു ആ പാടിന്റെ തുടക്കം. ആ സിനിമ ഇന്നുവരെ റിലീസ് ചെയ്തിട്ടില്ല. പാതിരാ പൂവേ ആതിരാ കാറ്റേ കോപമോ സന്താപമോ ദേവി മൺവീണയിൽ ശ്രുതി മീട്ടുമോ നീ. പാതിരാ പൂവേ ആതിരാ കാറ്റേ കോപമോ സന്താപമോ ദേവി മൺവീണയിൽ ശ്രുതി മീട്ടുമോ നീ. ഞാൻ മലയാളത്തിൽ ആ സിനിമ ഇറങ്ങിയില്ലല്ലേ? ആ സിനിമ ഇറങ്ങിയിട്ടില്ല. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് സണ്ണി ചായന്റെ പേരിടാത്ത ചിത്രം എന്നുള്ള സിനിമ വന്നത്. അങ്ങനെ അതിന് പിന്നീട് പ്രേക്ഷകര് ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ എന്ന് പേരിട്ടു. ആ സിനിമയിൽ പാടിയിരുന്നു. പിന്നെ ഉദയപുരം സുൽത്താൻ, ഈ 3 സിനിമകളാണ്. കൈതപ്രം തിരുമേനിയുടെ ലിറിക്സും സംഗീതമാണ്. ഈ 3 സിനിമകളാണ് ആദ്യം ഇവിടെ ഇറങ്ങിയത്. ഉദയപുരം സുൽത്താന്റെ പാട്ട് എനിക്ക് തോന്നുന്നു വളരെ പ്രശസ്തമായത്. കനകസഭാതലം മമ ഹൃദയം എന്നുള്ള പാട്ട്. അതാണ് ആദ്യം സിനിമയും പാട്ടും റിലീസ് ചെയ്തത്. ഈ ടോക്കിയോ നഗറിലെ വിശേഷങ്ങളും ഈ ഉദയപുരം സുൽത്താനുമാണ്. ആ പാട്ട് എനിക്ക് തോന്നുന്നു പാടണം. എന്താ കാരണം അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു പാട്ടാണ്. കനകസഭാതലം മമ ഹൃദയം സ്വരതുളസീദളം മമ നാദം. കനകസഭാതലം മമ ഹൃദയം സ്വരതുളസീദളം മമ നാദം. കനകസഭാതലം മമ ഹൃദയം. തമിഴിൽ എനിക്ക് തോന്നുന്നു മധുവിന് TVG ആണ് ആദ്യം ബ്രേക്ക് തരുന്നത്. സാറാണ് ഒരു മ്യൂസിക് ഡയറക്ടറെ പരിചയപ്പെടുത്തുന്നത്. ആ ഉഴവുത്തുറയിലെ ആ സിനിമയിൽ പാടാനായിട്ടുള്ള ഒരു മെയിൻ കാരണക്കാരൻ എന്റെ ഗുരുനാഥനാണ്. അദ്ദേഹം ബാബു ശങ്കർ എന്ന് പറഞ്ഞ ആ മ്യൂസിക് ഡയറക്ടറെ പരിചയപ്പെടുത്തി. സിനിമയിൽ അദ്ദേഹം ഷാ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മ്യൂസിക്കിലാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇത്. അദ്ദേഹം ജിംഗിൾസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അഡ്വർടൈസ്മെന്റ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ സിനിമയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പാട്ട് പാടാൻ മലയാളത്തിലേക്ക് തമിഴിലൂടെയാണ് മധു കടന്നു വന്നത്. തീർച്ചയായിട്ടും അല്ലേ. ശരിക്കും പറഞ്ഞാൽ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാനൊരു റെക്കോർഡിങ്ങിന് പാടിയിട്ടുണ്ട്. അതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആയിരുന്നു. അത് അന്ന് എന്റെ വോയിസ് കിളിനാദമാണ്, ഫീമെയിൽ വോയിസ് ആയിരുന്നു. അപ്പോൾ മെച്ചോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. എന്റെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച ശ്രീ പൗലോസ് മൂത്തടൻ മാഷായിരുന്നു അതിന്റെ മ്യൂസിക് ചെയ്തതും
അദ്ദേഹത്തിന്റെ വീട്ടിലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിട്ട് അവിടെയായിരുന്നു റെക്കോർഡ് ചെയ്തത്. പക്ഷെ എങ്കിൽ പോലും മധു എന്നുള്ള ഗായകനെ മലയാളി തിരിച്ചറിയുന്നത് തമിഴിലൂടെ വന്നൊരു ഗായകനായിട്ടാണ് ആക്ച്വലി. തീർച്ചയായിട്ടും. ഇവിടുന്ന് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അതെ അതെ. ഒരാൾ വരുന്നു. തമിഴ് അധികം പടങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യം മധു ബാലകൃഷ്ണനെ കാണുന്നത്. എൻ്റെ ഒരു പടം പാർത്ഥിവൻ കനവ്, ആ പടത്തിൽ ഒരു പാട്ട് പാടാൻ വേണ്ടിയാണ് ഞാൻ ക്ഷണിച്ചത്. അത് കനാ കണ്ടേനടിന്ന്. അപ്പോൾ മധു പാടിയതും അത് എന്നുடைய മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത ആ ഇംപ്രഷനുമാണ് തുടർന്ന് ഞാൻ പല പാട്ടുകൾ തന്നിട്ടുണ്ട്. ഹി ഹാസ് സങ് ഐ തിങ്ക് സം ഓഫ് മൈ വെരി ഗുഡ് സോങ്സ് കമ്പോസിഷൻസ് മധു ഹാസ് റെൻഡേർഡ്. ഇതുപോലത്തെ ഇന്നും വൻ വിജയങ്ങളും நிறைய അവാർഡ്സ് ആൻഡ് ഈവൻ ഹി ഹാസ് ടു സ്കെയിൽ ഗ്രേറ്റർ ഹൈറ്റ്സ് அப்படின்னு ഐ തിങ്ക് ഞാൻ ആശംസകൾ നേരുന്നു. വളരെ എത്രയോ നല്ല ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള. തീർച്ചയായിട്ടും തമിഴില് എന്നെ കൊണ്ട് ഏറ്റവും അധികം ഗാനങ്ങൾ പാടിപ്പിച്ചിട്ടുള്ളത് വിദ്യാസാഗർ സാറാണ്. മലയാളത്തിലും എനിക്ക് നല്ല നല്ല ഗാനങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ഞാൻ തമിഴിൽ പാടിയിട്ടുള്ള ഭൂരിഭാഗം ഹിറ്റുകളും വിദ്യാസാഗർ സാറിന്റെ പാട്ടുകളാണ്. വിദ്യാസാഗർ സാർ പറഞ്ഞു മധുവിനെ കൊണ്ടൊരു പാട്ട് എനിക്ക് വേണ്ടി പാടിക്കണമെന്ന്. തീർച്ചയായിട്ടും ആ പാട്ട് തന്നെയാണ്. കനാ കണ്ടേനടി തോഴി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി. உன் விழி முதல் மொழி வரை முழுவதும் கவிதைகள் அகமெது புறமெது புரிந்தது போலே கனா கண்டேனடி. உன் முடி முதல் அடி வரை முழுவதும் இனிமைகள் சுவையது சுகமெது அறிந்தது போலே கனா கண்டேனடி தோழி, கனா கண்டேனடி.